ആലപ്പുഴ എടത്വ കോഴിമുക്ക് സർക്കാർ LP സ്കൂളിലെ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പ്രശ്നത്തിൽ താൽക്കാലിക വിരാമം. പുതിയ കെട്ടിടത്തിന് നിബന്ധനകളോടെ ഫിറ്റ്നസ് നൽകി ക്ലാസുകൾ ആരംഭിച്ചു. പഴയ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി എത്രയും വേഗം പൂർത്തിയാക്കി ഫിറ്റ്നസ് വീണ്ടെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഈ റിപ്പോർട്ടോടെ ന്യൂസ് പ്ലസ് പൂർണ്ണമാവുകയാണ്. ഇതിനുശേഷം സ്പോട്ട്ലൈറ്റ് കാണാം. അതിനുശേഷം RDX. നമസ്കാരം. LKG മുതൽ 4ാം ക്ലാസ് വരെ 30 കുട്ടികളാണ് കോഴിമുക്ക് സർക്കാർ LP സ്കൂളിൽ പഠിക്കുന്നത്. പഴയ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പഞ്ചായത്ത് അധികൃതർ റദ്ദാക്കിയതോടെ പഠനം മുടങ്ങി കുട്ടികൾ പെരുവഴിയിലായിരുന്നു. 2022 ഉദ്ഘാടനം ചെയ്ത പുതിയ കെട്ടിടത്തിനും കൈവരിയില്ലാത്തത് കാരണം ഫിറ്റ്നസ് നൽകിയിരുന്നില്ല. രക്ഷകർത്താക്കളുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് താൽക്കാലിക കൈവരി കെട്ടി പുതിയ കെട്ടിടത്തിന് ഇന്ന് ഫിറ്റ്നസ് നൽകിയത്. എന്നാൽ 2 ക്ലാസ് മുറികൾ മാത്രമുള്ള പുതിയ കെട്ടിടത്തിലാണ് 6 ക്ലാസുകൾ പ്രവർത്തിക്കേണ്ടത്. തൽക്കാലം മുറി വിഭജിച്ച് ക്ലാസുകൾ തുടരുമെന്ന് പ്രധാന അധ്യാപിക സുധർമ്മ വ്യക്തമാക്കി. 2 ക്ലാസ് റൂമിലായിട്ട് നമ്മൾ ഈ കുട്ടികളെ ക്ലാസ് തിരിച്ച് പഠനം തുടരാനാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തറയിൽ തെന്നി വീഴും, അതിനൂടെ പരിഹാരം കാണണമെന്നാണ് പറഞ്ഞ് 2 ക്ലാസ്സിലായിട്ട് ഈ 2 റൂമിലായിട്ട് ഈ കുട്ടികളെ നമ്മൾ ക്രമീകരിക്കും. പഴയ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിയും പുതിയ കെട്ടിടത്തിന്റെ കൈവരി നിർമ്മാണവും എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് എടത്വ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ബിജോയ് പറഞ്ഞു. ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന ആ ഫണ്ട് കൊണ്ട് നമുക്കിത് എന്തെല്ലാം മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാന്നുള്ളതാണ്. യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കുട്ടികളെ ഇതിനകത്ത് ഇരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ ഈ പുതിയ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ 2,80,000 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫണ്ട് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ആ ഫണ്ട് കൊണ്ട് നമ്മുടെ ഇതിന് വേണ്ട കൈവരികളും മറ്റു കാര്യങ്ങളെന്ന് വെച്ചാൽ വെള്ളം വീഴാതെ വെള്ളം വീഴാതിരിക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളത് ചെയ്യുന്നതായിരിക്കും. അതേസമയം 2 മുറികളിൽ 6 ക്ലാസുകൾ പ്രവർത്തിപ്പിക്കാനുള്ള തീരുമാനത്തിൽ അതൃപ്തിയിലാണ് രക്ഷകർത്താക്കൾ. താൽക്കാലിക കൈവരിക്ക് സുരക്ഷയില്ലെന്നും ആരോപണമുണ്ട്. ന്യൂസ് മലയാളം, ആലപ്പുഴ.